വെൽക്കം ബാക്ക്. കയ്യിൽ ചീപ്പ് ഇതാവണ്ട, കാരണം നമ്മൾ റെഡി ആവണേക്ക് കണ്ട. ഇന്ന് നമ്മൾ ബോൺട്രക്കിൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പാണ്. സോ നിങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പിന് എന്തൊക്കെ നടക്കുന്നു, എല്ലാവരുടെ വൈബൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ദിസ് ഇസ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. അതുകൊണ്ട് കേട്ടോ ഞങ്ങളിത് ഇവിടെ അത്യാവശ്യം റെഡി ആയിരിക്കുന്നത്. നമുക്ക് ബസ്സുണ്ട്, നമുക്ക് അങ്കമാലി വരെ പോകണം. അങ്കമാലിയാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ്. സോ അവിടെ നിന്ന് നേരെ മൂന്നാർ. ഇതാണ് നമ്മുടെ പ്ലാൻ. ഹായ്, ഞാൻ ചെന്നിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാഗ്. ഇതുണ്ട്, വേറൊരു ബാഗുണ്ട്. നമ്മൾ വണ്ടി ആയതുകൊണ്ട് ലഗേജ് കുറച്ച്, നമുക്ക് അവിടെ കുറച്ച് നിൽക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്ലാനൊക്കെ മാറ്റി അല്ലേ. ഓ അല്ലേ വന്ന്. പിന്നെ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിങ്ങനെ തന്നെ കൊണ്ടുപോകും. പിന്നെ രാവിലെ തന്നെ നമ്മൾ 2 കാൽ ചായയിലാണ് പോകുന്നത്. കാരണം നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ നേരമില്ല കേട്ടോ. അപ്പോൾ ഈ ചായ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങും. നമ്മൾ പാക്കിങ് കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ പാക്കിങ്. ബാക്കി ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്നലെ പുറത്തുപോയി വന്നപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. പക്ഷേ നമ്മൾ രാവിലെ എണീച്ചപ്പോൾ വൈകിട്ട് നമ്മൾ 5 മണിക്ക് എണീക്കാൻ വെച്ചാണ്. പക്ഷേ നമ്മൾ എണീച്ചപ്പോൾ 6 മണിയായി പോയി. എന്താ തിന്നണ? അവളെന്തോ തിന്നുക, സ്പ്രേ തിന്നുക. പുതിയ സ്പ്രേ. ഓഹോ, are you excited? Oh, the smell. Not excited, I'm a bit scared. പേടിയുണ്ട? Yes, നല്ലോണം. സാരമില്ല, നോക്കാം. പഠിക്കുന്ന ഫസ്റ്റ് എത്തായതുകൊണ്ടായിരിക്കും. അപ്പൊ എല്ലാം ശുഭകരമായിട്ട് നടക്കുന്നു കരുതുന്നു. ഇതാണ്ട നമ്മുടെ മേക്കപ്പ് ബോക്സ്. ഇത് നമ്മൾ മിനിസോന്ന് വാങ്ങിയത്. ഇത് വാങ്ങിയത് ഭയങ്കര യൂസ്ഫുൾ ആയേക്കുന്നത്. കാരണം അത്യാവശ്യം എല്ലാം കൊള്ളുന്നുണ്ട്. അത്യാവശ്യം നല്ല എല്ലാം കൊള്ളുന്നുണ്ട്. നമുക്ക് വേണ്ട എന്താ പറയാ, ടാഗും മേക്കപ്പ് ടാഗും സെയിം കളർ കിട്ടിയില്ലേ. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയതാ. അവളിതാ ബോൺ ടു ട്രാവൽ എന്നൊക്കെയുള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. അതും ഉണ്ട്, പക്ഷെ നമ്മളത് കുറച്ച് ലോങ് നിൽക്കുന്ന രീതി വാങ്ങിയതാ. പക്ഷെ നമ്മൾ നിന്നില്ല. നമ്മൾ ഒളിച്ചോടി പോയ ബാഗിലായിരുന്നു നമ്മൾ ഇത്ര നാൾ ഓടിക്കൊണ്ട് ഇരുന്നത്. ആ ബാഗ് കയറി. വെള്ളമായാ? ഓക്കെ, അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങട്ടെ. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി കേട്ടോ. അങ്കമാലി KSRTC സ്റ്റാൻഡിലെത്തി. നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ടൈം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്ന് നോക്കുമ്പോഴാണ് കേട്ടോ ഒരു AC ബസ് ലോഞ്ച് അങ്ങനെയൊക്കെ പറയാൻ പാകത്തിനൊരു സാധനം. അത് തന്നെയാണോ അതിൻ്റെ പേരെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ലോഞ്ച് ചെയ്യുന്ന സാധനം AC ഉണ്ട്, അതാണ് സംഗതി. ചാർജിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് എൻട്രി വന്നിട്ട് 20 രൂപയാണ്. ഞങ്ങൾ 2 പേർക്ക് കൂടെ 40 രൂപയായി. 1 മണിക്കൂറത്തെ പൈസയാണ് 20 രൂപ പെർ ഹെഡ്. അപ്പോൾ അത്യാവശ്യം സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാർജിങ് ഉണ്ട്. പുറത്ത് ചൂടാണെങ്കിൽ ഉള്ളിൽ വന്നിരിക്കുക, പൊടി ഇതൊന്നും തട്ടുമൊന്നുമില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ട്രാവലറായിട്ട് എത്തിയിട്ടാണ്. പിന്നെ കുറച്ച് പേര് വരാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡിലേ ആയി നമ്മൾ ഇവിടെ നിന്ന് അങ്കമാലിയിൽ നിന്ന് പുറപ്പെടാനായിട്ട്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ഓവർ ഡിലേ ആയില്ല, എന്നാലും അത്യാവശ്യം ഡിലേ ആയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആട്ടോ പാട്ടൊക്കെ ആയിട്ട് പോയി. നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തിട്ടോ. നമ്മൾ ആദ്യം തന്നെ ട്രെക്കിംഗ് തുടങ്ങിയേക്കാണ്. ആ ചേച്ചി നമ്മൾ ഉഷാറില്ല. അജു ദ ക്യാമറാമാൻ. എല്ലാരും ഹായ് പറയോ? അതല്ലാട്ടോ നമ്മുടെ വൈബ് മാറിപ്പോയി. നമ്മുടെ ടീമല്ല, അത് നമ്മുടെ ടീമല്ല. പോയിക്കോ. ആ കൊറേ പേര് ഫ്രണ്ടിലൊക്കെ പോയിട്ടുണ്ട്. ആണോ? നമ്മുടെ ട്രെക്കിംഗ് അല്ല ഹൈക്കിങ് കഴിഞ്ഞ് ആ മേളിലെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ചായ അറേഞ്ച് ചെയ്തിട്ടോ. ഇതാണ് വ്യൂ. നമ്മളങ്ങനെ നമ്മുടെ ഏറ്റവും ടോപ്പിലെത്തി. കുറേ ട്രെക്കിംഗ് ഉണ്ടായെന്ന് വെച്ചാല് ഞങ്ങൾ ഫസ്റ്റ് ടൈം എത്രയും ലോങ് ട്രെക്ക് ചെയ്തോണ്ട് വന്നു. ട്രെക്കാണോ ഹൈക്കാണോ എന്ന് പറഞ്ഞ ഡിഫറൻസ്. എത്രയും ഹൈക്ക് ചെയ്ത് വരുന്നത്. അത് എൻ്റെ കാലൊക്കെ ഫുള്ള് പഞ്ചറായി കിടക്കുക, അറിയാലോ. പന്ന വഴിക്ക് ഒരട്ട കയറി, പക്ഷേ ചേച്ചി തോണ്ടിക്കള. ചേച്ചി നമുക്ക് ഇവരോട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് അതിന് മുമ്പ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. യെസ് ബേബ്, എടുക്കാം. സെലിബ്രിറ്റി. നമ്മൾ വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് തന്നെ കൊടുങ്ങ്. അയ്യോ
ആ പറഞ്ഞോ. സ്ലിപ്പ് ആവാണ്ട് ഡയലോഗ് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് താഴെ എത്തിയിട്ടോ. താഴെ എത്തിയപ്പോഴേക്കും കുറച്ച് ഇരുട്ടായിപ്പോയി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ആർക്കും എല്ലാവരും സേഫായിട്ട് തന്നെ താഴെ എത്തി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ക്യാമ്പ് ഫയറിൻ്റെ അങ്ങോട്ട് വന്നിട്ടോ. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം ഓരോരുത്തർ ഇങ്ങനെ ഫ്രഷ് ആവാനൊക്കെ പോയേക്കായിരുന്നു. കാരണം താഴെ എത്തിയപ്പോഴേക്കും നമ്മൾ നല്ലവണ്ണം ടയേർഡായിട്ടോ. ഇവിടുന്ന് മേളിൽ നമ്മൾ ഏറ്റവും മേളിലോട്ട് പോയാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ടെൻറ്റിൻ്റെ സൈഡും താഴോട്ട് വന്നാലും നമ്മൾ ഈ ക്യാമ്പ് ഫയറിൻ്റെ സൈഡുമാണ്. അങ്ങനെ നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ച് ഇവർ ടീമൊക്കെ ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ സിനിമാ പേരും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഗെയിം കളിച്ച് കുറേ പേരായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു മെമ്മറബിൾ നൈറ്റ് ആയിരുന്നു കേട്ടോ. ന്യൂ ഇയറിന് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും മൂന്നാർക്കല്ല, നമ്മൾ വേറെ സ്ഥലമാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബോൺട്രക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബോൺട്രക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എന്നിട്ട് ഫോളോ ചെയ്യണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം. എന്നിട്ട് കുറേ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ട് ടെൻറ്റിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടോ. പിന്നെ അടുത്ത ദിവസം നമുക്ക് ലഞ്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലഞ്ചും കഴിച്ച് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ അവിടുന്ന്